നിമിഷപ്രിയയുടെ പിന്നെ എന്താ പറയുക മോചനത്തിനായി കാത്തിരിക്കുകയാണ് കേരളം മുഴുവൻ. നിമിഷപ്രിയയുടെ കുടുംബങ്ങൾ ഒക്കെ കഴിഞ്ഞ ദിവസം ഉമ്മൻചാണ്ടി ചാണ്ടി ഉമ്മൻ്റെ അമ്മയും ഗവർണറെ ചെന്ന് കണ്ടു. നിർണായകമായ നീക്കം ഗവർണറുടെ ഭാഗത്തുനിന്നുണ്ടാകും. ഇന്ന് ജോസ് കെ മാണി മോദിക്ക് കത്തെഴുതി നിമിഷപ്രിയയുടെ മോചനത്തിനായി. അപ്പോൾ അവർ പിന്നെ ഇത് വധശിക്ഷ നടപ്പാക്കാതിരിക്കാൻ ചോദിക്കുന്നത് കോടികളുടെ പണമാണ് എന്നൊക്കെയാണ് പുറത്തു വരുന്നത്. മോദിയുടെ ഇടപെടൽ ഉണ്ടായാൽ നിമിഷപ്രിയ പുറത്തിറങ്ങുമെന്ന് നമുക്ക് അങ്ങനെ ആഗ്രഹിക്കാൻ കഴിയുമോ? ഉറപ്പായിട്ടും ഉണ്ടാവും. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ നിമിഷപ്രിയ കസ്റ്റഡിയിലുള്ളത് യമനിലെ ജയിലിലാണുള്ളത്, സനായിലെ ജയിലിലാണുള്ളത്. അവിടെ ഇപ്പോൾ ഹൂത്തികളുടെ നിയന്ത്രണത്തിലാണ് ഈ ജയിലെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. ഈ ഹൂത്തികൾ എന്ന് പറയുന്നത് ഇറാൻ്റെ പ്രോക്സി വാർ നടത്തുന്ന സായുധ സംഘമാണ്. ഇസ്രായേലിൽ പോയി ആക്രമണം നടത്തുന്ന തീവ്രവാദ സംഘമാണ്. അപ്പോൾ ഇറാൻ വിചാരിച്ചാൽ ഈ ഹൂത്തികളെ നിയന്ത്രിക്കാൻ പറ്റും അല്ലേ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യ ഗവൺമെൻറ് ഒരു ഇടപെടൽ നടത്തിയാൽ ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ ഇറാൻ വഴി ഒരു ഓപ്പറേഷൻ മാത്രമേ സാധ്യതയുള്ളൂ. കാരണം ഈ പറഞ്ഞ യമനിൽ ഇതാര് നിയന്ത്രിക്കുന്നു, ആരാണ് അതിൻ്റെ തലവൻ, ഇതാര് പറഞ്ഞാൽ കേൾക്കും എന്നതിനൊന്നും കൃത്യമായിട്ട് ധാരണയില്ല. ഈ പറഞ്ഞതുപോലെ ഹൂത്തികളുടെ നേതാവാരാ? എനിക്കറിയില്ല. അത് തന്നെയാണ് പ്രശ്നം. ഒരു കൂട്ടം ആളുകൾ മാത്രമേ ഉള്ളൂ, അവരാണ് അവിടെ നിയന്ത്രിക്കുന്നത്. അവർ കേൾക്കണമെങ്കിൽ ഇറാൻ പറയണം. കാരണം ഇറാനാണ് ഇവർക്ക് ചെല്ലും ചെലവും കൊടുത്ത് ഇറാന്റെ നിയന്ത്രണത്തിലാണ് ഇവർ. പക്ഷേ ഇന്ത്യക്ക് ഇറാനുമായിട്ട് നല്ല ബന്ധമല്ലേ? ഉറപ്പായിട്ടും പ്രതീക്ഷ പറയുന്നത്. കാര്യം ഈ ഇസ്രായേൽ ഇറാന് മേൽ വലിയൊരു ആക്രമണം നടത്തിയപ്പോൾ ഇന്ത്യ പ്രത്യക്ഷത്തിൽ ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്ന നിലപാടെടുത്തില്ല. ഇന്ത്യയുമായിട്ടുള്ള ഒരു സഖ്യരാഷ്ട്രമാണ് ഇസ്രായേൽ. പക്ഷേ ഇറാനുമായി നമ്മൾ പിണക്കാൻ നിന്നില്ല. കാര്യം ഇറാൻ നമുക്ക് അവിടെ നിന്ന് നമുക്ക് പ്രകൃതിവാതകം വേണം, എണ്ണ വേണം. അപ്പോൾ രണ്ട് രാജ്യങ്ങളും സമാധാനം പാലിക്കണം. ഇന്ത്യയുടെ പ്രഖ്യാപിത നിലപാടുണ്ടല്ലോ, ചേരിചേരാ നയം, രണ്ട് കൂട്ടത്തിൽ ആ നിലപാടിൽ തന്നെയായിരുന്നു ഇന്ത്യ. അപ്പോൾ ഇറാൻ ഇന്ത്യയോട് നന്ദിയും അറിയിച്ചു, ഞങ്ങൾക്ക് തന്ന പിന്തുണയ്ക്ക് നന്ദി എന്ന തരത്തിൽ. അപ്പോൾ അവിടെ ആത്യന്തികമായി അവിടെ ഒരു രാജ്യത്തിൻ്റെ അതിർത്തി കടന്ന് മറ്റൊരു രാജ്യം ആക്രമിക്കുന്നത് അത് ഏത് രാജ്യമായാലും അത് അംഗീകരിക്കാവുന്നതല്ല. ഒരു രാജ്യത്തിൻ്റെ പരമാധികാരത്തിൻ്റെ മേൽ കയറി കടന്നാക്രമണം നടത്തുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്നൊരു സാഹചര്യമല്ല. അപ്പോൾ ഇസ്രായേൽ നടത്തിയത് പ്രത്യക്ഷത്തിൽ അങ്ങനെ ഒരു അന്താരാഷ്ട്ര മര്യാദയുടെ ലംഘനം തന്നെയാണ്. വേണമെങ്കിൽ ഇന്ത്യക്ക് അക്കാര്യത്തിൽ കർശനമായ ഒരു നിലപാടെടുക്കാമായിരുന്നു. പക്ഷേ ഇന്ത്യ അക്കാര്യത്തിൽ ഒരു തന്ത്രപരമായ ഒരു സമീപനം എടുക്കുകയും ഇറാനെ പിണക്കാതിരിക്കുകയും ചെയ്തു എന്നുള്ളത് വാസ്തവം തന്നെയാണ്. അപ്പോൾ ഇറാൻ അക്കാര്യത്തിൽ ഇന്ത്യയോട് നന്ദി അറിയിച്ചു. ഇന്ത്യയുമായിട്ട് കാലങ്ങളായിട്ട് അവർ ഇത്തരം വ്യാപാര കരാർ, അതായത് ഈ എണ്ണ പ്രകൃതിവാതക കരാറുകളൊക്കെ ഉണ്ട്. തരക്കേടില്ലാത്ത ഒരു ബന്ധമുണ്ട്. കാര്യം ഇറാനിൽ വലിയ രീതിയിലൊരു സംഘർഷം ഉണ്ടായപ്പോഴും ഇന്ത്യൻ പൗരന്മാരെ അവിടെ നമുക്ക് സുരക്ഷിതമായി രക്ഷിച്ചു കൊണ്ടുവരാൻ പറ്റി. നമ്മുടെ നിലവിലുള്ള എംബസി സംവിധാനങ്ങളൊക്കെ ഉപയോഗിച്ച് തന്നെ നമ്മുടെ ഇന്ത്യൻ പൗരന്മാരെ കാശ്മീരിൽ നിന്നൊക്കെ പോയ മതപഠനത്തിനടക്കം പോയവരെയൊക്കെ നമുക്ക് രക്ഷിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റി. അപ്പോൾ ഇറാനുമായിട്ട് തരക്കേടില്ലാത്തൊരു ബന്ധമുണ്ട്. അപ്പോൾ ഇറാനിൽ സമ്മർദ്ദം ചെലുത്താനായാൽ ഇപ്പോൾ നരേന്ദ്രമോദി വിചാരിച്ചാൽ, അല്ലെങ്കിൽ നരേന്ദ്രമോദി നിശ്ചയിക്കുന്ന മറ്റാരെങ്കിലും ഒരു പ്രതിനിധിയെ നിശ്ചയിച്ചാൽ അയാൾ നേരിട്ട് എന്നിട്ടാണെങ്കിൽ കൂടിയും ഇപ്പോൾ ഖമനേയി പറഞ്ഞാൽ കേൾക്കാതിരിക്കാൻ പറ്റില്ല എന്നാണ് ചിലർ പറയുന്നത്. ഇതിൻ്റെ വേറൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ 16-ാം തീയതിയാണ് ഇത് നടപ്പിലാക്കുന്നത്. ഇന്ന് ഏകദേശം 11-12 കണ്ടായി. അപ്പം ദിവസങ്ങളുടെ എണ്ണക്കുറവുണ്ട്. ചുരുങ്ങിയ ദിവസം മാത്രമല്ല അവർ ചോദിച്ചത് 8.70 ഇനി 100 കോടി കൊടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് പണം ഇവിടെ ഒരു പ്രശ്നമല്ല. പണം പ്രശ്നം എന്താ വെച്ചാൽ ഈ പറയുന്ന ഈ അവിടെ കൊല്ലപ്പെട്ടു എന്ന് പറയുന്ന തലാൽ എന്ന് പറയുന്ന ആൾ, തലാൽ എന്നാണ് അയാളുടെ മുഴുവൻ പേര് കൃത്യമായിട്ട് അറിയാം, തലാൽ എന്നാണെന്ന് തോന്നുന്നു. അപ്പോൾ ഈ തലാലിൻ്റെ ബന്ധുക്കൾ, അവരുടെ ആശ്രിതരായിട്ടുള്ളവർ ഈ ദയാധനം സ്വീകരിക്കണം. അതിപ്പോൾ അവർ 100 കോടി ചോദിച്ചാലും നമ്മൾ കൊടുക്കാൻ തയ്യാറാണ്. പക്ഷേ അവരിപ്പോൾ എടുത്തിരിക്കുന്ന നിലപാട് അവർക്ക് പൈസ വേണ്ട, ഈ നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പിലാക്കി കിട്ടണമെന്നുള്ളതാണ് അവരുടെ നിലപാട്. അതൊരു വെല്ലുവിളിയാണ്. കാര്യം ഈ പറയുന്ന കേസിൽ ഈ പറയുന്ന യമനി പൗരനെ നിമിഷപ്രിയ മയക്കുമരുന്ന് കുത്തിവെച്ച് അബോധാവസ്ഥയിലാക്കിയതിന് ശേഷം മൃതദേഹം അല്ലെങ്കിൽ ജീവനോടെ വെട്ടി നുറുക്കി ഇവർ താമസിച്ചിരുന്ന കെട്ടിടത്തിൻ്റെ മുകളിലെ വാട്ടർ ടാങ്കിൽ ഒളിപ്പിച്ചു എന്നുള്ളതാണ് കേസ്. പക്ഷേ മറ്റൊരു ഫിലിപ്പീനുകാരിയോ മറ്റോ കൂടെ ഉണ്ടായിരുന്നു. 2 പേരാണ് ഈ കേസിൽ പ്രതികളായിട്ടുള്ളത്. ഇപ്പോൾ 2 സ്ത്രീകൾ വിചാരിച്ചാൽ ഒരു പുരുഷൻ്റെ ശരീരം ഇങ്ങനെ പ്രാകൃതമായി വെട്ടി നുറുക്കി അത് മുകളിലത്തെ വാട്ടർ ടാങ്കിൽ കൊണ്ടുപോയി നിക്ഷേപിക്കാൻ പറ്റുമോ എന്നുള്ളത് നമുക്ക് സംശയമാണ്. അതിനൊക്കെ സാധ്യത കുറവാണ്.
പിന്നെ ഈ ഇത്രയും വലിയ ക്രൂരത ചെയ്യാൻ ആ പെൺകുട്ടിയെ പ്രേരിപ്പിച്ച ഘടകം എന്തായിരിക്കും എന്നുള്ളതും കൂടി അല്ലേ? പിന്നെ പ്രേരിപ്പിച്ച ഘടകം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം വിദേശ രാജ്യങ്ങളിൽ പോയിട്ട് സ്വന്തമായിട്ട് സ്ഥാപനങ്ങൾ തുടങ്ങുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു സ്ഥാപനം തുടങ്ങണമെങ്കിൽ ഒന്നുകിൽ അവിടുത്തെ സ്പോൺസർ വേണം, അല്ലെങ്കിൽ ഇവരുടെ പാർട്ട്ണർ ഈ ഷെയർ ഹോൾഡറായിട്ട് അവിടുത്തെ ആരെങ്കിലും ഉണ്ടാവണം. അങ്ങനെയാണ് ഇവരൊരു സ്ഥാപനം തുടങ്ങാൻ വേണ്ടിയിട്ട് ഈ തലാൽ എന്ന് പറഞ്ഞ ആൾ കൂടെ നിൽക്കാം എന്ന് പറയുന്നത്. പിന്നീട് അപ്പോൾ അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഇവരുടെ പാസ്പോർട്ടും ഇവരുടെ ഡോക്യുമെൻറ്റ്സ് കംപ്ലീറ്റ് ചങ്ങാതിയുടെ കയ്യിലാണ്. അപ്പോൾ ആ ഡോക്യുമെൻറ്റ്സ് തിരിച്ച് കിട്ടണമെങ്കിൽ അയാൾ പറയുന്നത് പോലെ പണിയെടുക്കണം. അയാൾ പിന്നെ ഉപദ്രവമായി, അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകളായത് ഈ നിമിഷപ്രിയ സാമ്പത്തിക ശാരീരിക ചൂഷണങ്ങൾ. അപ്പോൾ ഈ നിമിഷപ്രിയ പ്ലാൻ ചെയ്തൊരു ഇൻസിഡൻ്റ് അല്ല ഇത്. കൂടെയുള്ള ആൾ ഇത്രയും മാരകമായിട്ട് ഉപദ്രവിക്കുന്ന ഘട്ടത്തിൽ വേറൊരാളുടെ എന്താ പറയുക ഉപദേശത്തെ തുടർന്നാണ് ഈ മയക്കുമരുന്ന് കുത്തിവെച്ചിട്ട് ഉറക്കി കിടത്താം, എന്നിട്ട് അവിടുന്ന് ഇതെടുത്തിട്ട് രക്ഷപ്പെടാം എന്നുള്ളതാണ് നിമിഷപ്രിയ കരുതിയിരുന്നത്. പക്ഷെ അത് പിന്നീട് എങ്ങനെയോ കയ്യിൽ നിന്ന് പോയി. എന്തോ ആയിക്കോട്ടെ, ഇപ്പം സൗദി മയക്കുമരുന്ന് കുത്തിവെച്ചു എന്നുള്ളത് മാത്രമേ നിമിഷപ്രിയ അംഗീകരിക്കുന്നുള്ളൂ, സമ്മതിക്കുന്നുള്ളൂ. അതിനുശേഷം അവിടെ എന്താണ് നടന്നുള്ളതിന് ഇനിയും വ്യക്തതയില്ല. കാര്യം 2 സ്ത്രീകൾ വിചാരിച്ചാൽ ഒരാളുടെ ശരീരം വെട്ടി നുറുക്കി ഈ പറയുന്ന പോലെ വാട്ടർ ടാങ്കിൽ കൊണ്ടുപോയി ഇടുക എന്നൊക്കെ പറഞ്ഞാൽ ചിന്തിക്കാൻ പറ്റില്ല. അതൊക്കെ ഒരു സ്ത്രീ. അത് മാത്രമല്ല, ഈ ലോകത്തെ ഏറ്റവും കൂടുതൽ വധശിക്ഷ നടപ്പാക്കുന്ന രാജ്യം എന്ന കുപ്രസിദ്ധിക്കുടമയാണ് യമൻ എന്ന് പറയുന്നത്. വധശിക്ഷ ഇവിടെ നിയമപരവുമാണ്. പൊതുസ്ഥലങ്ങളിൽ ഉൾപ്പെടെ വധശിക്ഷ നടപ്പാക്കാറുമുണ്ട്. കൊടും ക്രൂരമായ കല്ലെറിഞ്ഞു കൊല്ലൽ പോലുള്ള വധശിക്ഷ നടപ്പാക്കാനും യമനിൽ നിയമം അനുവദിക്കുന്നുണ്ട്. എന്നാൽ അത്തരമൊരു ശിക്ഷ ഈ അടുത്ത കാലത്തൊന്നും നടത്തിയതായി റിപ്പോർട്ടുകളില്ല. ഗൾഫ് രാജ്യങ്ങൾ ഉൾപ്പെടെയുള്ള ചിലയിടങ്ങളിൽ തലവെട്ടിയും ശിക്ഷ നടപ്പാക്കാറുണ്ട്. യമനിൽ നിലനിൽക്കുന്ന വധശിക്ഷാ രീതി വെടിവെച്ച് കൊല്ലുകയാണ്. ഇതിനായി പ്രത്യേക സ്ഥലങ്ങൾ തന്നെയുണ്ട്. അവിടെ വെച്ച് മാത്രമേ ശിക്ഷ നടപ്പാക്കാവൂ. അപൂർവമായാണ് പൊതുസ്ഥലത്ത് വെച്ച് ശിക്ഷ നടപ്പാക്കുന്നത്. വധശിക്ഷ നടപ്പാക്കുന്ന സ്ഥലത്തേക്ക് കണ്ണുകൾ മൂടിക്കെട്ടി പ്രതിയെ എത്തിക്കും. അവിടെ തറയിൽ ഒരു പുതപ്പോ കാർപ്പറ്റോ വിരിച്ചിട്ടുണ്ടാകും. പ്രതിയുടെ കൈവിലങ്ങുകൾ അഴിച്ചു മാറ്റിയ ശേഷം മുഖം കീഴേക്കാക്കി കമഴ്ന്നു കിടക്കാൻ ആവശ്യപ്പെടും. പ്രതി ആ നിർദ്ദേശം അനുസരിച്ച് അല്പം കഴിയുന്നതോടെ തന്നെ ആരാച്ചാർ ശിക്ഷ നടപ്പിലാക്കും. പ്രതിയുടെ മുതുകിൽ ഹൃദയത്തിന്റെ ഭാഗത്താണ് വെടിയുണ്ട പായിക്കുന്നത്. അതെ, അതെന്തായാലും വളരെ ക്രൂരമായ രീതിയിൽ അവർ ശിക്ഷ നടപ്പാക്കും എന്നാണ് അതിനെക്കുറിച്ച് പറയുന്നത്. അതെന്തോട്ടെ, ശിക്ഷ ഈ നിമിഷപ്രിയയുടെ കാര്യത്തിൽ നടക്കാതിരിക്കട്ടെ. വധശിക്ഷ നടപ്പിലാക്കുന്നതല്ല, ഈ വധശിക്ഷ കാത്തു കഴിയുന്ന ഒരു കാലഘട്ടമുണ്ടല്ലോ. അതെ, ഞാൻ മരിക്കാൻ പോകുന്നു എന്നുള്ളൊരു ചിന്ത എത്രത്തോളം മാനസികമായിട്ട് ഒരാളെ തകർത്ത് കളയും. ഇത്ര ദിവസം കൂടെ എനിക്ക് ബാക്കിയുള്ളൂ, നമ്മുടെ ജീവിതത്തിൽ ഇത്ര ദിവസം കൂടെ നമുക്കിനി ഉള്ളൂ ജീവിക്കാൻ എന്ന് പറയുമ്പോൾ ഇപ്പോൾ അവർ എത്ര വർഷമായി ജയിലിൽ കിടക്കുന്നു. അവരുടെ മകള് അല്ല, ജയിലിൽ കിടക്കുമ്പോഴും അവർക്ക് ചെറിയൊരു പ്രതീക്ഷയുണ്ട്, ഏതെങ്കിലും തരത്തിൽ രക്ഷപ്പെടാം എന്ന തരത്തിലൊരു ചെറിയ പ്രതീക്ഷയുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ വധശിക്ഷ ഈ വിവരം അവർ അറിഞ്ഞോ ഇല്ല എന്നുള്ള കാര്യത്തിൽ ഇനി സംശയമുണ്ട്. അറിഞ്ഞു കഴിഞ്ഞാൽ അതെങ്ങനെ ആ ഒരു കാലം അതിജീവിക്കും എന്നുള്ള കാര്യം സംശയമാണ്. എന്തായാലും മോദി ഇടപെടലുകൾ നടത്തട്ടെ. ദിവസങ്ങളില്ലാത്തതുകൊണ്ടുള്ള ഒരു സംശയമാണ്. ഇപ്പം നമ്മൾ ആദ്യം സൂചിപ്പിച്ച പോലെ തന്നെ ഇറാൻ വഴി ഒരു ഓപ്പറേഷൻ നടത്തി വളരെ പെട്ടെന്ന് അവരെ നമുക്ക് പ്രാർത്ഥിക്കാം തിരിച്ചു വരട്ടെ. മലയാളികളുടെ മനസ്സുള്ളത് കൊണ്ട് ഇനി എത്ര കോടി ഒഴിച്ചാലും മലയാളികൾ കൊടുക്കും. ഇന്ന് തന്നെ കോടി ഒഴിച്ചാലും വൈകുന്നേരം ആകുമ്പോഴേക്ക് ആ 100 കോടി ആക്കാൻ കഴിവുള്ള അല്ലെങ്കിൽ മനസ്സുള്ള മലയാളികളാണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ട് ആ കുട്ടിക്ക് അമ്മയെ തിരിച്ചു കിട്ടട്ടെ എന്ന് മാത്രമേ ഉള്ളൂ നമുക്കൊരു അത്രേ ഉള്ളൂ. ഒരു അമ്മയും കാത്തിരിപ്പുണ്ട് ആ നിമിഷപ്രിയയ്ക്ക് വേണ്ടി. അപ്പൊ തീർച്ചയായിട്ടും അവര് തിരിച്ചു വരട്ടെ.